ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. UAEയിലെ ഫുജൈറയിലുണ്ടായ ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തമായി അപലപിച്ചു. സാധാരണക്കാരെയും അടിസ്ഥാന സൌകര്യങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണം അംഗീകരിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കേണ്ടത് പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും ആഗോള ഊർജ്ജ സുരക്ഷയ്ക്കും അത്യാവശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഇറാൻ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് UAEയിലെ ഫുജൈറ പെട്രോളിയം ഇൻഡസ്ട്രീസ് സോണിലുണ്ടായ തീപിടുത്തത്തിൽ 3 ഇന്ത്യൻ പൌരന്മാർക്ക് പരിക്കേറ്റിരുന്നു. ഗൾഫ് മേഖലയിൽ ആക്രമണം തുടർന്ന് അമേരിക്കയും ഇറാനും. ഹോർമൂസ് കടലിടുക്കിൽ കുടുങ്ങിക്കിടക്കുന്ന വാണിജ്യ കപ്പലുകളുടെ ഗതാഗതം സുഗമമാക്കുന്നതിന് US പ്രഖ്യാപിച്ച പ്രോജക്ട് ഫ്രീഡം ആദ്യഘട്ടത്തിന്റെ ഭാഗമായി 2 US നേവി കപ്പലുകൾ ഹോർമൂസ് കടന്ന് ഗൾഫ് മേഖലയിൽ പ്രവേശിച്ചു. കപ്പലുകൾക്ക് നേരെ നടന്ന ഇറാൻ ആക്രമണങ്ങളെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷം തുടർന്നാൽ ആഗോള സമ്പദ്വ്യവസ്ഥ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അന്താരാഷ്ട്ര നാണയനിധി. എണ്ണവില ബാരലിന് $125 ഉയരാൻ സാധ്യതയുണ്ടെന്നും IMF മുന്നറിയിപ്പ് നൽകി. ദീർഘകാല സംഘർഷം, എണ്ണവിലയിലെ തുടർച്ചയായ വർധന, പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇതിനകം തന്നെ സമ്പദ്വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിച്ചതായും IMF മേധാവി ക്രിസ്റ്റലീന ജോർജിയേവ പറഞ്ഞു. കേരളത്തിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അനൌപചാരിക ചർച്ചകൾ ഊർജിതമാക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF മുന്നണി. 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 102 എണ്ണത്തിൽ ഉജ്ജ്വല വിജയം നേടിയ UDF നിയമസഭാ കക്ഷി യോഗത്തിനു ശേഷം മന്ത്രിസഭ രൂപീകരണത്തിനായി ഗവർണറെ സമീപിക്കും. ഡൽഹിയിൽ നിന്നും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രതിനിധികൾ എത്തിയതിനു ശേഷം യോഗം നടത്തുമെന്ന് UDF വൃത്തങ്ങൾ സൂചന നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് പദവിയിൽ തുടരാൻ നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിൽ TVK അധ്യക്ഷൻ C. ജോസഫ് വിജയിയെ നിയമസഭാ പാർട്ടി നേതാവായി ഔദ്യോഗികമായി തിരഞ്ഞെടുത്തു. ചെന്നൈയിലെ പനയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട TVK നിയമസഭാംഗങ്ങൾ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. തിരഞ്ഞെടുപ്പിൽ തമിഴക വെട്രിക്കഴകം 108 സീറ്റുകൾ നേടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിലവിൽ കേരളത്തിലായതിനാൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് കത്ത് സമർപ്പിക്കുന്നത് വൈകുമെന്നാണ് സൂചന. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക ഫലം പുറത്തുവന്ന 292 മണ്ഡലങ്ങളിൽ 206 BJP മുന്നിലെത്തി. സംസ്ഥാനത്ത് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രിയും മുതിർന്ന നേതാവുമായ അമിത്ഷായെ BJP കേന്ദ്ര നിരീക്ഷകനായി നിയമിച്ചു. ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജിയെ കേന്ദ്ര സഹനിരീക്ഷകനായി നിയമിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ ഉജ്ജ്വല വിജയത്തിന് പിന്നാലെ സർക്കാർ രൂപീകരണത്തിനും സത്യപ്രതിജ്ഞാ ചടങ്ങിനുമുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മവാർഷിക ദിനമായ ഈ മാസം 9 പുതിയ മന്ത്രിസഭാംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. അസമിലും NDA അധികാരത്തിലേക്ക്. 126 സീറ്റുകളിൽ 101 NDA സഖ്യം വിജയിച്ചു. BJP 82 ഇടത്ത് വിജയിച്ചപ്പോൾ സഖ്യകക്ഷികളായ AGP 9 സീറ്റുകളും പീപ്പിൾസ് ഫ്രണ്ട് 10 സീറ്റുകളും നേടി. കോൺഗ്രസ് 19ഉം AIUDF, RJD എന്നിവർ 2 വീതം സീറ്റും, തൃണമൂൽ കോൺഗ്രസ് 1 സീറ്റും നേടി. പുതുച്ചേരിയിൽ നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ, നിർമ്മൽ കുമാർ സുരാന എന്നിവരെ BJP കേന്ദ്ര നിരീക്ഷകരായി നിയമിച്ചു. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിൽ NDA സഖ്യം 18 ഇടത്താണ് വിജയിച്ചത്. മികച്ച ഭരണത്തിന് ജനങ്ങൾ നൽകിയ അംഗീകാരമാണിതെന്ന് മുഖ്യമന്ത്രി N. രംഗസ്വാമി മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇന്ത്യ ജമൈക്ക സഹകരണം ശക്തമായി തുടരുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ജമൈക്കൻ വിദേശകാര്യമന്ത്രി കാമിന ജോൺസൺ സ്മിത്ത് ഉൾപ്പെടെയുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശ്രീ ജയശങ്കർ. ഇരു രാജ്യങ്ങളും തമ്മിൽ ഡിജിറ്റൽ മേഖലയിലെ പരിവർത്തനം, സാംസ്കാരിക മൂല്യങ്ങളുടെ കൈമാറ്റം, കായികം, ഡിജിറ്റൽ പണമിടപാട് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട നിരവധി കരാറുകളിൽ ഒപ്പുവെച്ചതായും അദ്ദേഹം പറഞ്ഞു. ഫിലിപ്പീൻസിലെ കുടിയേറ്റ തൊഴിലാളി വകുപ്പ് സെക്രട്ടറി ഹാൻസ് ലിയോ കാക് ഡാക്കുമായി വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കൂടിക്കാഴ്ച നടത്തി. കുടിയേറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായതായി ശ്രീ സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി സർക്കാർ അധികാരം ദുരുപയോഗം ചെയ്യുന്നതായി ആരോപിച്ച് BJP MPമാരായ രാഘവ് ഛത്ത, അശോക് മിത്തൽ, സന്ദീപ് പഥക്, രാജേന്ദ്ര ഗുപ്ത എന്നിവർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.